ലോഗോസ് കിസ് 2019. ഇന്ന് നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് നിയമാവർത്തനം 13-ാം അധ്യായത്തെക്കുറിച്ചാണ്. 12-ാം അധ്യായത്തിലെ വാക്യങ്ങളെക്കുറിച്ച് അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കി കഴിഞ്ഞു. നിയമാവർത്തനം 13-ാം അധ്യായത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ആകെ 18 വാക്യങ്ങളാണ് ഉള്ളത്. വിഗ്രഹാരാധനയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പ്രധാനമായും ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ പുസ്തകത്തിലുടനീളം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നും അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്തു നിന്നും നശിപ്പിച്ചു കളയുകയും ചെയ്യുമെന്ന് കർശനമായ താക്കീത് നൽകുകയും ചെയ്യുന്നു. ഇനിയും നമുക്ക് 13-ാം അധ്യായത്തിലെ വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന് ഒരു അടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം അവരെ സേവിക്കാമെന്ന് അവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകനെയോ വിശകലനക്കാരനെയോ വാക്കുകൾ കേൾക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവീൻ. നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്ക് കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. അവൻ പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ ആരായാലും വധിക്കപ്പെടണം. എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് ആനയിച്ചവനും അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്നും മോചിപ്പിച്ചവനും നിങ്ങളുടെ ദൈവവുമായ കർത്താവിനെ എതിർക്കാനും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്നും നിങ്ങളെ വ്യതിചലിപ്പിക്കുവാനുമാണ് അവൻ ശ്രമിച്ചത്. അങ്ങനെ നിങ്ങൾ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയണം. ഇനിയും 13-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാം എന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് വരാം. ആ ദേവന്മാർ നിനക്ക് ചുറ്റും അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം. എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവി കൊള്ളുകയോ അരുത്. അവനോടെ കരുണ കാട്ടരുത്. അവനെ വെറുതെ വിടുകയോ അവന്റെ കുറ്റം ഒളിച്ചു വെക്കുകയോ ചെയ്യരുത്. അവനെ കൊല്ലുക തന്നെ വേണം. അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത്. പിന്നീട് ജനം മുഴുവന്റെയും. അവനെ നീ കല്ലെറിഞ്ഞു കൊള്ളണം. എന്തെന്നാൽ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും നിന്നെ രക്ഷിച്ച നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ ശ്രമിച്ചത്. ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടും. മേലിൽ ഇതുപോലെയുള്ള ദുഷ്കൃത്യങ്ങൾക്ക് ആരും ഒരുങ്ങുകയില്ല. അടുത്തത് 12-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ നോക്കാം. നിങ്ങൾക്ക് വസിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാം എന്ന് പറഞ്ഞ് പട്ടണ നിവാസികളെ വഴിതെറ്റിച്ചതായി കേട്ടാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ നടത്തുകയും ചെയ്യണം. അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ മുഴുവൻ നിർദ്ദയം വാളിനിരയാക്കണം. ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കണം. അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹനബലിയായി നിന്റെ ദൈവമായ കർത്താവിനെ അർപ്പിക്കണം. അത് എന്നേക്കും ഒരു നാശകൂമ്പാരമായിരിക്കും. അത് വീണ്ടും പണിയപ്പെടരുത്. ശപിക്കപ്പെട്ട ആ വസ്തുക്കളിൽ ഒന്നും എടുക്കരുത്. അപ്പോൾ കർത്താവെ തന്റെ ഉഗ്രകോപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങളിൽ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അവിടുന്ന് വർദ്ധിപ്പിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്കു കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവം പാലിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നന്മ പ്രവർത്തിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് നിയമാവർത്തനം 13-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും നോക്കാം. ചോദ്യം 1. നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന് നിങ്ങൾക്ക് ഒരു അടയാളമോ അത്ഭുതമോ വാഗ്ദാനം ചെയ്യുകയും
പറഞ്ഞ വിധം സംഭവിക്കുകയും അജ്ഞാതരായ അന്യദേവന്മാരെ സേവിക്കാമെന്നും പറയുകയാണെങ്കിൽ അവരുടെ വാക്ക് കേൾക്കരുതേ എന്ന് പറയുവാൻ കാരണം. ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്നേ നിങ്ങൾക്ക് ഒരു അടയാളമോ അത്ഭുതമോ വാഗ്ദാനം ചെയ്യുകയും പറഞ്ഞ വിധം സംഭവിക്കുകയും അജ്ഞാതരായ അന്യദേവന്മാരെ സേവിക്കാമെന്ന് പറയുകയാണെങ്കിൽ അവരുടെ വാക്ക് കേൾക്കരുതേ എന്ന് പറയുവാൻ കാരണം. അതിന്റെ ഉത്തരം ഇതാണ്: നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ ദൈവമായ കർത്താവെ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ചോദ്യം 2: അങ്ങനെയുള്ള പ്രവാചകനും സ്വപ്ന വിശകലനക്കാരനും ആരായാലും എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ചോദ്യം 2: അങ്ങനെയുള്ള പ്രവാചകനും സ്വപ്ന വിശകലനക്കാരനും ആരായാലും എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അതിന്റെ ഉത്തരം വധിക്കപ്പെടണം. ആ ആൾ വധിക്കപ്പെടണം അല്ലെങ്കിൽ കൊല്ലപ്പെടണം എന്നാണ് പറയുന്നത്. ചോദ്യം 3: ആരൊക്കെയാണ് നിങ്ങളെ അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാമെന്ന് പറഞ്ഞ് രഹസ്യമായി വശീകരിക്കുവാൻ ശ്രമിക്കുന്നത്? ചോദ്യം 3: ആരൊക്കെയാണ് നിങ്ങളെ അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാമെന്ന് പറഞ്ഞ് രഹസ്യമായി വശീകരിക്കുവാൻ ശ്രമിക്കുന്നത്? അതിന്റെ ഉത്തരം നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ. അതിന്റെ ഉത്തരം ഇതാണ്: നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ. ചോദ്യം 4: ഇങ്ങനെയുള്ള ദേവന്മാർ എങ്ങനെയുള്ള ദേവന്മാരായിരിക്കാം എന്നാണ് പറയുന്നത്? ഇങ്ങനെയുള്ള ദേവന്മാർ എങ്ങനെയുള്ള ദേവന്മാരായിരിക്കാം എന്നാണ് പറയുന്നത്? അതിന്റെ ഉത്തരം അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം. ഇങ്ങനെയുള്ള ദേവന്മാർ അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം. ചോദ്യം 5: ഇങ്ങനെയുള്ള ദേവന്മാരെ ആരാധിക്കുന്നവരെ എങ്ങനെ കൊല്ലണമെന്നാണ് പറയുന്നത്? ഇങ്ങനെയുള്ള ദേവന്മാരെ ആരാധിക്കുന്നവരെ എങ്ങനെ കൊല്ലണമെന്നാണ് പറയുന്നത്? ഉത്തരം കല്ലെറിഞ്ഞ് കൊല്ലണം. കല്ലെറിഞ്ഞ് അവരെ കൊല്ലണമെന്നാണ് പറയുന്നത്. ചോദ്യം 6: നിങ്ങൾക്ക് വസിക്കാൻ ദൈവമായ കർത്താവ് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് അന്യദേവന്മാരെ സേവിക്കാം എന്ന് പറഞ്ഞ് പട്ടണനിവാസികളെ വഴിതെറ്റിച്ച് അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് വസിക്കാൻ ദൈവമായ കർത്താവ് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് അന്യദേവന്മാരെ സേവിക്കാം എന്ന് പറഞ്ഞ് പട്ടണനിവാസികളെ വഴിതെറ്റിച്ച് അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അതിന്റെ ഉത്തരം ഇതാണ്: ആ പട്ടണനിവാസികളെ മുഴുവനും വാളിന് ഇരയാക്കുകയും ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ആ പട്ടണനിവാസികളെ മുഴുവൻ വാളിന് ഇരയാക്കുകയും ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ചോദ്യം 7: അങ്ങനെ നശിപ്പിക്കുന്ന പട്ടണങ്ങളിലെ ശപിക്കപ്പെട്ട വസ്തുക്കളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് പട്ടണത്തോടൊപ്പം ദഹനബലിയായി കർത്താവിന് അർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള കർത്താവിന് അർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചോദ്യം ഇതാണ്: അങ്ങനെ നശിപ്പിക്കുന്ന പട്ടണങ്ങളിലെ ശപിക്കപ്പെട്ട വസ്തുക്കളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് പട്ടണത്തോടൊപ്പം ദഹനബലിയായി കർത്താവിന് അർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഉത്തരം ഇതാണ്: കർത്താവ് തന്റെ ഉഗ്രകോപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നിങ്ങളോട് കരുണ കാണിക്കുകയും നിങ്ങളിൽ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അവിടുന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യും. കർത്താവ് തന്റെ ഉഗ്രകോപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നിങ്ങളോട് കരുണ കാണിക്കുകയും നിങ്ങളിൽ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അവിടുന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചോദ്യം 8: നിയമാവർത്തനം 13-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രവാചകന്റെയും സ്വപ്ന വിശകലനക്കാരന്റെയും അടയാളങ്ങൾ ദൈവജനത്തെ വഴിതെറ്റിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതിന് സദൃശമായ പഴയ നിയമത്തിലെ അധ്യായങ്ങൾ വാക്യങ്ങൾ. ചോദ്യം ഇതാണ്: നിയമാവർത്തനം 13-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രവാചകന്റെയും സ്വപ്ന വിശകലനക്കാരന്റെയും അടയാളങ്ങൾ ദൈവജനത്തെ വഴിതെറ്റിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതിന് സദൃശമായ പഴയ നിയമത്തിലെ അധ്യായങ്ങൾ വാക്യങ്ങൾ. അതിന്റെ ഉത്തരം ഇതാണ്: പഴയ നിയമം യെരമ്യാ
23-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് ഇതിന് സമാനമായിട്ടുള്ളത്. പഴയ നിയമം ജെറമ്യ 23-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ്.